ഹലോ, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അമ്മയുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നില്ലേ. അപ്പോൾ ഇന്ന് നല്ല ഒരു ഡ്രിങ്കായിട്ടാണ് വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. ചൂടുകാലമാണ്, പിന്നെ നോമ്പ് തുടങ്ങി, അങ്ങനെ അതിനൊക്കെ പറ്റിയ ഒരു ഡ്രിങ്കാണ് കേട്ടോ. കുറച്ച് ഓറഞ്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലെമൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഓറഞ്ച് ഒരു ജാറിലേക്ക് കുരുവൊക്കെ കളയണം കേട്ടോ. അല്ലിയിൽ നിന്ന് ഇങ്ങനെ ഒരു കത്തി കൊണ്ടൊന്ന് ഒരു സ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുരുവൊക്കെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ നന്നായിട്ട് ഇട്ടുകൊള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് നല്ല തണുത്ത വെള്ളം വേണം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്ത്, എല്ലാവർക്കും ഓറഞ്ച് ജ്യൂസൊക്കെ അടിക്കാൻ അറിയില്ലേ, പക്ഷേ ഓറഞ്ചിൻ്റെ കുരു ഇല്ലാണ്ട് വേണം അടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഓറഞ്ചൊക്കെ കഴിക്കും, വല്ലാണ്ട് കഴിക്കും കേട്ടോ. അപ്പോൾ ഓറഞ്ചിൻ്റെ കുരു എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ. തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഓറഞ്ച് ജ്യൂസ് അടിച്ചു വയ്ക്കും. എന്നിട്ട് നമ്മൾ തണ്ണിമത്തൻ പിന്നെ കുരുവൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഒരുപാട് കുരുള്ള തണ്ണിമത്തനാണ് കിട്ടിയിട്ടുള്ളത്. അത് കാരണം കുരു ഉടക്കനെയാണ് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളത് അരിച്ചെടുക്കുമല്ലോ, അതിലേക്കും ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ ഉഷ്ണക്കാലത്ത് തണ്ണിമത്തനും ധാരാളം ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് ശരീരത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ. നല്ല ഉന്മേഷവും നല്ല കുളിർമയും ഒക്കെ ശരീരത്തിന് കിട്ടും. അപ്പോൾ ധാരാളം പഴവർഗ്ഗങ്ങൾ ഈ സമയത്ത് കഴിക്കാൻ നോക്കുക കേട്ടോ. ജ്യൂസായിട്ടും ഫ്രൂട്ട്സായിട്ടും കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ട് അതൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ തണ്ണിമത്തനും ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് എടുക്കുക, ജ്യൂസ് കുടിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് എടുക്കുക. അതിലേക്ക് ചെറുനാരങ്ങ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒരു പകുതി ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ച തണ്ണിമത്തൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ, രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ. അങ്ങനെ ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഇട്ടുള്ളൂ കേട്ടോ. നമുക്കിതിൽ വേണമെങ്കിൽ ഫലൂഡ കസ്കസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ വാട്ടർമെലൺ ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൺസെറ്റ് കോക്ടെയിൽ എന്നാണ് ഈ ഡ്രിങ്കിന് പറയുക. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് വേണം കഴിക്കാനായിട്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കാം കേട്ടോ. നമുക്ക് ഇത് നല്ല ഐസൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കിയെടുക്കാം. ഒരു ഗ്ലാസ് എടുത്ത് ആദ്യം തന്നെ ഐസ് ഇട്ട് കൊടുത്ത്, പിന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക, പിന്നെ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക, വാട്ടർമെലൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ധാരാളം ഐസൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ നല്ല മനസ്സിനൊരു നല്ല കുളിർമ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡ്രിങ്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.